ഇപ്പൊ കെ രമ പറയുന്നു പി മോഹന്റെ കാര്യത്തിൽ അപ്പീലുമായി പോകും. അപ്പൊ കൃഷ്ണന്റെ കാര്യത്തിലും ജ്യോതിബാബുവിന്റെ കാര്യത്തിൽ അപ്പീലുമായി പോകും. സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി തെറ്റിയാണെന്ന് പറഞ്ഞാൽ റിവ്യൂ പോകും. അതിന് ഏറ്റവും ഒടുവിലേ പറയാൻ പാടുള്ളൂ പ്രതിയാണെന്ന്. നിയമപരമായ യുക്തിയല്ലേ രാഹുൽ? നിങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം കേട്ടപ്പോൾ ശ്രീ ഹാഷ്മി, എൻ്റെ മനസ്സിൽ വന്ന വാചകം ജഗദീഷ് അവതരിപ്പിച്ച താക്കോൽ അതിന് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന വാചകമാണ് ശ്രീ എം പ്രകാശന്റെ വാചകം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഒറ്റ കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര വിരുദ്ധത നോക്കൂ. കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറിയായ മോഹനൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേയറ്റം നിഷ്പക്ഷം. ആ കോടതിയെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് ഈ കേസിനകത്ത് ഗൂഢാലോചനയില്ല എന്ന് ശ്രീ പ്രകാശൻ പറയുന്നു. അതേ പ്രകാശൻ തന്നെ അതേ കോടതിയിൽ അതേ വിധിന്യായത്തിൽ കുഞ്ഞനന്തനെയും അതുപോലെ തന്നെ കിർമാണി മനോജനെയും KK കൃഷ്ണനെയും രാമചന്ദ്രനെയൊക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധിയെ ഞങ്ങൾ സ്വീകരിക്കില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഈ കുഞ്ഞനന്തനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകികളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശനെ പോലുള്ള ആളുകൾ താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ്? സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാ. ഈ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ? അയാളെന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയാളോ?